അടിസ്ഥാനപരമായ ഒരാഗ്രഹമായിരിക്കണം. ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കണം, ഒരാൾ പോലും നശിച്ചു പോകരുത്. ഇങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊടുക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന പോരാ, അക്കൂട്ടത്തിൽ 1000-നും 10,000-നും വേണ്ടി, യേശുവിന്റെ തിരുരക്തത്തിന്റെ കഴുകലിന് വേണ്ടി, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥന വരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും മരിക്കാറായി കിടക്കുന്ന സമയം മലബാറില് കോടഞ്ചേരിയിലുള്ള എൻ്റെ വീട്ടില് 3 മാസത്തിൽ ഒരിക്കൽ ഞാൻ പോകുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം പോരും. എന്നാലും പലപ്പോഴും അവരുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും. കാരണം ദാരിദ്ര്യപീഡയും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തി ആക്കിയതാണ്. അവരുടെ കഷ്ടപ്പാടും സ്നേഹവും എല്ലാം ഓർമ്മയിലുള്ള വരും. അപ്പൊ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, അപ്പനും അമ്മയും ഓർത്തിരുന്ന കാര്യം ശരിയാവില്ല. എപ്പോഴും അപ്പനും അമ്മയെ ഓർത്തിരുന്നാൽ കാര്യം ശരിയല്ല. അപ്പനും അമ്മയെയും കുറിച്ച് ഓർക്കുമ്പോൾ ഇതിനുപോലെയുള്ള 50,000 അപ്പന്മാർക്കും അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, നല്ല മരണം കൊടുത്തേക്കണേ. എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരാവുന്നല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ? യോഹന്നാൻ 16:23 എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് അത് തരും. നീ എന്നോട് ചോദിച്ചാലും തരും. ഞാൻ പിതാവിന് തുല്യനാണല്ലോ. യോഹന്നാൻ 10:30 പിതാവും ഞാനും ഒന്നാണ്. പിന്നെ എന്നോട് ചോദിച്ചാലും തരും. എന്റെ നാമത്തിൽ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ അതും ഞാൻ തരും. അപ്പൊ പറയണം ഇതുപോലുള്ള വചനങ്ങളൊക്കെ കുറിച്ച് വെച്ചേക്കണം. വചനം മറപ്പിച്ച് കളയാന്നുള്ളതാണ് സാത്താന്റെ പരിപാടി. അത് വായിക്കും പറ്റിയത് മിക്കവാറും അതാണ്. ദൈവവചനം എന്തായിരുന്നു? നമുക്ക് ദൈവം പറഞ്ഞു, ത്രിയേക ദൈവം നമ്മുടെ സാദൃശ്യത്തില് നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. എന്നിട്ട് പറഞ്ഞു പുരുഷനും സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു. അങ്ങനെ സാദൃശ്യം അത് സ്നേഹ സമൂഹമാണ് ത്രിയേക ദൈവം. അങ്ങനെ പിന്നെ പരിശുദ്ധാത്മ ദൈവത്തിന്റെ ആത്മാവ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം. എന്നിട്ട് പറഞ്ഞു, സകല വന്യമൃഗങ്ങളുടെ മേലും സകല ഇഴജന്തുക്കളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും കൊതുക് ഉൾപ്പെടെയുള്ളത് എല്ലാ ജീവജാലങ്ങളുടെ മേലും നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. മനുഷ്യന് ഈ അധികാരം നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്നറിയാവോ? അതും ആവുകയും ദൈവവചനം എല്ലാം മറന്ന് അങ്ങനെ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് മേളിച്ച് നടന്നു കാണാൻ ഇടയുണ്ട്. ഏതായാലും ദൈവവചനം മറന്നപ്പം സാത്താൻ അകത്ത് കയറി. എന്നിട്ട് പറഞ്ഞു, ഈ വിഷക്കനി തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നു. വാസ്തവത്തിൽ ദൈവസാദൃശ്യത്തിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് സാത്താന്റെ നുണവചനം അവർ വിശ്വസിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള അസൂയ വചനം അവൻ പറഞ്ഞു കൊടുത്തു. നിങ്ങളിത് തിന്നാലുണ്ടല്ലോ നിങ്ങൾ ദൈവത്തെ പോലെ ആവും. അപ്പൊ നുണയും ഇതുപോലുള്ള വചനം വിശ്വസിക്കാൻ കാരണം ദൈവവചനം ഒന്നും തലയിലില്ല. ഇതാണ് നമ്മുടെയും തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 സമയം വചനം പഠിക്കാനും വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിച്ച് നോട്ടെടുക്കണം, അടുത്ത തലമുറയ്ക്ക് അറിവ് കൊടുക്കാൻ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് സ്വർഗസ്ഥനായ പിതാവിൽ പോലും കർത്താവ് പഠിപ്പിച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. നമ്മളെ വേദനിപ്പിച്ചു എന്ന് കരുതുന്ന, ഒരുപക്ഷെ കുറ്റം വിധിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും. കുട്ടിക്കാലം തൊട്ട് അപ്പൻ അങ്ങനെ ചെയ്തു, അമ്മ അങ്ങനെ ചെയ്തു, ചേച്ചി അങ്ങനെ ചെയ്തു, ബന്ധുക്കൾ എങ്ങനെ ചെയ്തു, അയൽക്കാരിങ്ങനെ ചെയ്തു. ഇത് ഓർപ്പിച്ച് തരുന്നത് സാത്താനാ. വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനും അന്ധകാരം ഉണ്ടാകാനും. അപ്പം നമ്മുടെ ഉള്ളിൽ പ്രകാശം വേണമെങ്കിൽ എല്ലാ വെറുപ്പും മാറി സ്നേഹം നിറയണം. അതിന് യേശുവിന്റെ മനോഭാവം വേണം. യേശു കുരിശ കിടക്കുമ്പോൾ പറഞ്ഞ 7 വചനങ്ങളില് ആദ്യത്തെ വചനം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുതേ, ഇവരോട് ക്ഷമിക്കണമേ, കാരണം ഞാൻ അവർക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു കഴിഞ്ഞു. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ക്ഷമിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്ന നല്ലതാ. മിക്കവാറും പകല് നിറച്ച് മറ്റുള്ളവരുടെ കുറ്റവും പരദോഷവും ഒക്കെ കേട്ട് ഇരുന്നിട്ടുണ്ട് നമ്മള്.
രാഷ്ട്രീയക്കാരുടെ ഉണ്ട്, മറ്റവരുടെ ഉണ്ട്. കുറെ നമ്മുടെ മനസ്സിൽ കുറ്റമതിയായിട്ട് വരും, കുറെ അഹങ്കാരമായിട്ട് നമ്മൾ കുറഞ്ഞവനല്ലെന്നുള്ള ചിന്തയും വരും. ഒരു പശ്ചാത്താപ പ്രാർത്ഥന ചൊല്ലി കൊടുക്കണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആരെങ്കിലും ഒരാള് മറ്റുള്ളവർ ഏറ്റി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന നന്നായി നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. മിക്കവാറും ഉറക്കം തൂങ്ങലും പരസ്പരം തിരുത്തലും, കൊച്ചങ്ങോട്ടോട്ടം, അമ്മ അതിന്റെ പുറകെ പോക്ക്, ചേച്ചി അതിന്റെ പുറകെ പോക്ക്. കുടുംബ പ്രാർത്ഥന കലക്കും ആര്? സാത്താൻ. അവന്റെ പണി അവൻ ചെയ്യും, അവൻ വിശ്വസ്തനാ അവന്റെ രാജാവിനോട്, ലൂസിഫറിനോട്. നമ്മൾ എന്ത് ചെയ്യണം? കുടുംബ പ്രാർത്ഥനയ്ക്ക് 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പോ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാള്, അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒന്ന് പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കണം, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ മധ്യസ്ഥം വഹിക്കാം, ഇന്നുവരെ ഇന്നേ ദിവസം ഒന്ന് പോയ തെറ്റുകളും കുറ്റംവിധികളും വെറുപ്പുകളും എല്ലാം ക്ഷമിച്ച് തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന മുറിയെ തിരുരക്തം കൊണ്ട് തളിക്കണമേ, പൊതിയണമേ. അല്ലെങ്കിൽ സാത്താൻ നമ്മൾ ചെല്ലുന്നതിന് മുടക്കിയിരിക്കുക, അടുത്ത പണി ഒപ്പിക്കാൻ, ഒരാളെ ഒന്ന് ചൊറിയാൻ, ഉറക്കം തൂങ്ങിക്കാൻ, അങ്ങനെ അവന്റെ വേലത്തിൽ അവൻ ചെയ്യും. തിരുരക്തം കൊണ്ട് ആ മുറിയെ, ഞങ്ങളുടെ മുറിയെയും പരിസരത്തെയും അങ്ങ് തളിക്കണമേ, പൊതിയണമേ എന്ന് പറഞ്ഞാൽ പിന്നെ സാത്താൻ അവിടെ കയറിയിരിക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും ഒരു ആരംഭത്തിലും ഇടയ്ക്കുമൊക്കെ ഒന്ന് നമ്മളിവിടെ ചെയ്യുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഒരാൾ ചൊല്ലി കൊടുക്കണം. അങ്ങനെ ഒരു ധാരണയുണ്ടാക്കണം. അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഒരു ജപമാലയിൽ നിന്നും 5 രഹസ്യമുണ്ട്. ഓരോ രഹസ്യത്തിനും ഒരു നിയോഗം നേരത്തെ കണ്ടുപിടിച്ച് വെക്കണം. ചുറ്റുമുള്ള 1000 കുടുംബങ്ങളെ ഞങ്ങൾ ജപമാലയിലും അനുഗ്രഹിക്കണമേ. ആരെയും യുവജനങ്ങളെ, പഠിക്കാൻ പോയിരിക്കുന്ന 1000 10,000 കുട്ടികളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചെറിയ പ്രാണി എൻ്റെ മുഖം വന്നിരുന്നു, ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് പറയാം. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ പ്രാണിയെ കുറിച്ച് പറയാനുള്ളത്? കൊളോസസ് 1:20. ദൈവം തന്റെ കുരിശുമരണം വഴി സകല ജീവജാലങ്ങളെയും നമ്മളോട് രമ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, സകല ജീവജാലങ്ങളെയും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസിസി പ്രസംഗിച്ചപ്പോ ചെന്നായി കേൾക്കാൻ വന്നിരുന്നു, കടൽ തീരത്ത് പ്രസംഗിച്ചു മീൻ തലപൊക്കി കേൾക്കാൻ വന്നിരുന്നു. ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ആദ്യകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുർബാനയുടെ സമയത്ത് ഒരു ഈച്ചഞ്ഞ് പറന്നു വരും. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, മനുഷ്യർ ഇത് കാണുന്നുണ്ടോ ദൈവമേ ഈച്ച ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, കൊളോസസ് 1:20 സകല ജീവജാലങ്ങളെയും യേശു തന്റെ കുരിശുമരണം വഴി രമ്യതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലാണോ ജീവിക്കുന്നത് എന്നത് പരമപ്രധാനമാണ്. എന്ത് തരത്തിലുള്ള വിശുദ്ധിയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29, റോമ 8:29 പറയുകയാണ്, പിതാവ് എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവം എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്റെ സാദൃശ്യത്തിൽ. ആ തന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണത്. ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പാപമില്ലാത്തവരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പാപം വന്നു ചേർന്നു, തലമുറകളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വിട്ടുമാറി നമ്മളെല്ലാവരും മറ്റൊരു ക്രിസ്തുവായി തീരണം. ഇതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി. ടു ബിക്കം അനദർ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ 40, 29, 30. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. എപ്പോൾ? വചനം ഏറ്റു പറയുമ്പോൾ, വചനം വിശ്വസിക്കുമ്പോൾ. വെറുതെ വചനം പുസ്തകത്തിൽ കിടന്നാൽ പോരാ, നമ്മുടെ ഡയറിയിലോട്ട് എഴുതി വെക്കണം. ഓരോ ദിവസവും അങ്ങനെ എഴുതി വെച്ച വചനം വീണ്ടും പ്രസംഗിക്കണം. ആരോട്? ആദ്യം പ്രസംഗിക്കേണ്ടത് നമ്മളോട് തന്നെയാ. വചനം ഏറ്റു പറയുന്നത് നമ്മളോട് തന്നെയുള്ള പ്രസംഗമാണ്. അല്ലെങ്കിൽ കേട്ടതെല്ലാം മറന്നു. ചേട്ടൻ്റെ അനിയൻ കോന്തക്കുറുപ്പ്, ശങ്കരൻ പിന്നെയും തെങ്ങേല്, മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ,
തല നിറച്ച പ്രശ്നം. ഞാൻ അടുത്ത കൗൺസിലിങ് ഒരു 30,000 പേരുടെ അടുത്ത് കൗൺസിലിങ്ങിൽ പോയിക്കൊണ്ടിരിക്കും. ഒരു ഫലവുമില്ല. നമ്മുടെ തലയിൽ, നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ വചനം തങ്ങി നിൽക്കണം. വചനം സമം ദൈവം. ദൈവതുല്യം ശക്തി വചനത്തിനുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. യോഹന്നാൻ 1:3. വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെല്ലാം ഈ വചനം വഴി, വചനം മാംസമായി യേശു വഴിയാണ് ഉണ്ടായത്. പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തിയത് യേശുവിലൂടെയാണെന്നാണ് ഈ പറയുന്നത്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും യേശുവിനെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഈശോ പച്ചയ്ക്ക് പറഞ്ഞു, പിതാവും ഞാനും ഒന്നാണ്. ഞാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് കരുതി മറ്റു മതസ്ഥാപകരെ പോലെ ഒരാളാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട. വിഡ്ഢികളാകണ്ട, നിങ്ങള് മണ്ടന്മാരാകണ്ട. ഞാൻ ദൈവമാണ്. മോശയ്ക്ക് ദൈവം സീനായി മലയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മോശയ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു. എന്താ? 400 കൊല്ലം ഫറവോയുടെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കണം. മോശയ്ക്ക് ഭയമായി. മോശ പറഞ്ഞു, ഫറവോയും എന്നെ അനുസരിക്കല, പിന്നെ ആരാണ്? ഇസ്രായേൽ ജനങ്ങളും എന്നെ സ്വീകരിക്കല. അവരെന്നെ ചോദ്യം ചെയ്യും. നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം ആരാണ്? എന്താണ് അവന്റെ പേര്? ഞാൻ എന്തു പറയും? ഉടനെ ദൈവം എന്താ പറഞ്ഞത്? ഐ ആം ഹു ഐ ആം. ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ മതി. പുറപ്പാട് 3:14. ഞാൻ ആകുന്നവനാകുന്നു. ഞാൻ ആകുന്നവൻ ആകുന്നു. യോഹന്നാൻ 8:24 ഈശോ പറയാണ്, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾക്ക് പാപമോചനം വേണമെങ്കിൽ വിശ്വസിക്കണം. ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പുണ്യകൃത്യങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. വിശ്വാസം വഴി യേശുവിനെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കണം. 1-ാം സ്ഥാനം അപ്പനും അമ്മയ്ക്കുമല്ല, ചേച്ചിക്കും ചേട്ടനുമല്ല, കെട്ടിയവനും കെട്ടിയോക്കുമല്ല, മക്കൾക്കല്ല, രാഷ്ട്രീയക്കാർക്കല്ല, യേശുവിനാണ്. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ സകലത്തിന്റെയും അധിപനായി, കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കണം. തലയ്ക്കകത്ത് പൂജിച്ചാൽ പോരാ. ഹൃദയത്തിൽ, ജീവിതത്തിൽ 1-ാം സ്ഥാനം യേശുവിന്. ആ യേശുവിനോട് ആലോചന ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ നിന്റെ സൃഷ്ടാവും രക്ഷകനും ആദിയും അന്തവുമാണ്. നിനക്ക് നന്മയായിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയാം, നിനക്കറിയത്തില്ല. അതറിയാവോ? നിന്റെ ഭാവി നന്മ എന്താണ്? നീ ഭാവിയിൽ എവിടെ ജീവിക്കുന്നു? എന്താ നിനക്കും നിന്റെ മക്കൾക്കും നിശ്ചയിച്ചിരിക്കുന്നത്? നിനക്കറിയത്തില്ല, എനിക്ക് പൂർണ്ണമായി അറിയാം. അതുകൊണ്ട് എന്നോട് ആലോചന ചോദിക്കണം. എന്റെ സ്വരം ശ്രവിക്കാൻ കാത്തിരിക്കണം. ഇതാണ് പ്രാർത്ഥന. എന്റെ സ്വരം ശ്രവിക്കാൻ കാത്തിരിക്കണം. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. യോഹന്നാൻ 10:27 എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ലക്ഷ്യം നിത്യജീവനാ. എന്നെ അനുഗമിച്ചേ മതിയാവൂ. മർക്കോസ് 1:18 എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി മുഴുവനും മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് പത്രോസിനും കൂട്ടുകാർക്കും മീൻ കിട്ടിയില്ല. ആകപ്പാടെ നിരാശപ്പെട്ട് ചിലപ്പം തെറിയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയായിരിക്കും. ഉടനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ വഞ്ചിയെ കയറി ആദ്യമായിട്ട് അവിടെ ഉള്ളവരെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. അവരോട് പ്രസംഗിച്ചു, വചനപ്രഘോഷണം. ആദ്യം വചനപ്രഘോഷണം, പിന്നെ അത്ഭുതം അടയാളമാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി അല്പം ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിങ്ങൾ രാത്രി മുഴുവൻ വീശിയിട്ട് ഒരു ഫലമില്ല. എങ്കിലും നിന്റെ വാക്ക് പ്രമാണിച്ച്, വചനത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞാനത് ദിവസേന വായിക്കുന്നതാണല്ലോ, അത് പ്രമാണിച്ച് ഞാൻ വല വീശാം. എന്ത് സംഭവിച്ചു?
വാഞ്ചി നിറയെ വലിയ മത്സ്യങ്ങൾ, വല കയറി പോകുന്നു. തോന്നി അടുത്ത വഞ്ചിയിലുള്ളവരെയും വിളിച്ചു കൂട്ടി. വലിയ അത്ഭുതം. പത്രോസ് ഇത് കഴിഞ്ഞ് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾ വേണ്ടാത്തതെല്ലാം ചിന്തിച്ചു പറഞ്ഞു തേര് തന്നെ പറഞ്ഞു കാണും. അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു നിരാശപ്പെട്ട്. കർത്താവേ, ഞാൻ ഏറ്റവും വലിയ പാപിയാ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഒരു പരിശുദ്ധാത്മ അഭിഷേകമായി മാറി, പാപബോധമായി മാറിയത്. കർത്താവ് പറഞ്ഞു, ഇനി ഈ കടലിൽ ഒരുപാട് മത്സ്യമുണ്ട്, അതെല്ലാം പോയി പിടിച്ചോ നിങ്ങൾ എന്നല്ല പറഞ്ഞത്. ഈ പണി നിങ്ങൾ ചെയ്യണ്ട, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഒരിക്കൽ ഈശോയോട് നീതി കൊടുക്കാൻ പറഞ്ഞു. പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ആർക്കാ? പിന്നെ രാജകുമാരൻ നീതി കൊടുക്കേണ്ട കാര്യമുണ്ടോ രാജാവിന്? ഇല്ല. എങ്കിലും നീ പോയി നിന്റെ ചൂണ്ടയെടുത്ത് കൊണ്ടുപോയി മീൻ പിടിക്കുക. ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ നമുക്കുള്ളതുകൊണ്ട് നീതി കൊടുത്തേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. ഇന്ന് 743 കോടി ജനമുണ്ടെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ടെക്സാസ് കൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാം, ഒരു സ്റ്റേറ്റിലെ ഇൻകം കൊണ്ട്. ഇതെല്ലാം ദൂർത്തടിക്കുകയും നശിപ്പിക്കുകയും തിന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യാണ് ഒറ്റ സംസ്ഥാനത്തിൽ. ഇപ്പൊ ജനസംഖ്യ കൂടിപ്പോയെന്ന് ആരും പറയരുത്. ജനസംഖ്യ കൂടിയാൽ അനുഗ്രഹം കൂടും, അഭിഷേകം കൂടും. പക്ഷെ ഓരോ മാതാപിതാക്കളും ദമ്പതികളും മക്കളെ ജനിപ്പിക്കുന്നത് കർത്താവിനോട് ചോദിച്ചും കർത്താവിന്റെ കൂടെയുമായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5 പേർക്ക് വചന പ്രഘോഷണ വരം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ചറിഞ്ഞ യേശുവിനെ, അനുഭവിച്ചറിഞ്ഞ വചനത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രഘോഷണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മള് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് വചനം കൊടുക്കുന്നവരായി തീരണം. പ്രാർത്ഥനാ ഗ്രൂപ്പിലാകാം, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാകാം, ഒരു വചനം ചൊല്ലിക്കൊടുത്ത് നമുക്ക് അവരെ ആ വചനത്തിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുവിന്റെ വചനത്തിലും വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം കൂടെ വരും. അതില്ലെങ്കിൽ പോയി യേശുവിന്റെ വചനങ്ങളിലും വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തവയും അവയേക്കാൾ വലിയവയും ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, എന്താ യേശു ചെയ്തതിനേക്കാൾ വലിയവയുണ്ടോന്ന്. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരു വലിയ സ്ഥാപനമല്ലേ? അതെ. അത് ആരുടേതാണ്? അത് യേശുവിൻ്റെതാണ്. ഇതിനേക്കാൾ വലുത് ഇനിയും തരാൻ പോകുന്ന. പ്രൈസ് ദി ലോർഡ്. 10,000-കണക്കിന് ആൾക്കാര്, 1-2 കോടി ആൾക്കാർ താമസിച്ച് ധ്യാനമന്ദിരമില്ലേ? ഇതിനേക്കാൾ വലുത് കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ റോമിൽ ധ്യാനിപ്പിക്കുന്ന അവസരത്തില് തലയാഴ്ച ഞങ്ങള് വിയന്നയിലായിരുന്നു, ഓസ്ട്രിയയുടെ തലസ്ഥാനം. അവിടുത്തെ കർദിനാള് കാത്തലിക് കാറ്റക്കിസം എന്ന പുസ്തകമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം വിയന്നയിലുള്ളൊരു പള്ളി വിൻസെൻഷ്യൻസിന്, ഞങ്ങളുടെ തെക്കൻ പ്രോവിൻസിന്, കോട്ടയത്ത് കേന്ദ്രമാണ്, തരികയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഉണ്ട്. അപ്പം വലിയ സന്തോഷമായി. ഇത് 45ാമത്തെ സെൻട്രമെന്റാണിത്. അത് കഴിഞ്ഞ് റോമിൽ ചെന്ന് റോമിലെ ധ്യാനത്തിന് ഒരുങ്ങി കാലത്തൊരു 4 മണിക്ക് ഞാനിരിക്കുന്ന മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തി ഒഴുകുന്ന ഒരു നല്ല ധവള പ്രകാശം കണ്ടുകൊണ്ടിരുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ഞങ്ങൾക്ക് 45 ഇങ്ങനെ കൃത്യം 42 സെന്റർ തന്നു, അത് 48 തരണമേ എന്ന്. പെട്ടെന്ന് കർത്താവ് പറയാണ്, 48 അല്ല 48,000. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം ഞങ്ങൾ ടീമംഗങ്ങളൊക്കെ ഒന്നിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ച് 50,000-ലധികം ശുശ്രൂഷാ കേന്ദ്രങ്ങൾ തരും, ഒരുങ്ങിക്കോളുക, പ്രാർത്ഥിച്ചോളുക. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഇതിനേക്കാൾ വലിയതുണ്ടാകുവാൻ, ലക്ഷക്കണക്കിന് മധ്യസ്ഥ പ്രാർത്ഥനക്കാരും പ്രേക്ഷിതരും ഉണ്ടാകുവാൻ. ഞങ്ങള് സെന്റ് ആന്റണി ഓഫ് പാതുവയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് പറഞ്ഞു, 40 ലക്ഷം വചനപ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ലോകമെമ്പാടും എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലായിടത്തും വചനപ്രഘോഷണം ഉയരണം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയണം, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുവിന്റെ കാലത്തെന്നതുപോലെ അപ്പസ്തോലന്മാരുടെ കാലത്തെന്നതുപോലെ ഉണ്ടാകണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എഴുതി വെക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ 743 കോടി ജനത്തെ, ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഉണ്ടാകരുത്. 1, 2, 3 പ്രാവശ്യം അങ്ങനെ ഓർക്കുമ്പോഴൊക്കെ ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുന്നത് കൊണ്ട് ഒന്ന്, പാപം നശിപ്പിക്കപ്പെടുന്നു. എന്താണ് യേശു ചെയ്യുന്നത്? 1 യോഹന്നാൻ 3:8 സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യോഹന്നാൻ 3:10 ദൈവപുത്രൻ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതെങ്ങനെയാ? മത്തായി 3:11 അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. സ്നാപയോഹന്നാൻ പറഞ്ഞ യേശുവിനെ കുറിച്ച്, അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ മേൽ ആദ്യ പന്തക്കുസ്തായിൽ 120 പേരുണ്ടായിരുന്നു, 12 അപ്പോസ്തലന്മാരുടെ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? അഗ്നിയുടെ രൂപത്തിൽ, തീനാവുകളുടെ രൂപത്തിൽ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവരുടെ പാപവും ദുശീലവും ദുഃഖവും ഭയവും പേടിയും എല്ലാം നീക്കിക്കളഞ്ഞ് അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പിന്നെ ഒരിക്കലും അവർ പാപം ചെയ്യാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? അവർ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി മാറി. അവർ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. യോഹന്നാൻ സ്ലീഹ ഒഴിച്ച് എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. യോഹന്നാനോ പാംഫോസ് ദ്വീപിൽ തടവറയിൽ കഴിയുമ്പോഴാണ് പേടി അനുഭവിച്ചത്. അവിടെ കഴിഞ്ഞപ്പോഴാണ് വെളിപാട് ഗ്രന്ഥമൊക്കെ എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ഓരോ ദിവസവും സ്വാർത്ഥതയോട് മരിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേക നിറവ് പ്രാപിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൃപ ലഭിക്കും. സഹനം വെറുതെ തള്ളിക്കളയരുത്. ദൈവം അറിയാത്ത സഹനമില്ല. ക്ഷമിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നമ്മിലെ പാപസ്വാധീനങ്ങളെ പിഴുതെറിയും. നമ്മൾ യേശുവിൽ പുതിയ സൃഷ്ടിയായി മാറും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, ക്ഷമ, ദയ തുടങ്ങിയ ഫലങ്ങൾ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ അനുദിന ജീവിതത്തെ ആനന്ദകരവും ക്രിസ്തീയ ശക്തി പ്രദവുമാക്കും. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളെ കുറിച്ച് യെശയ്യാ 11:2 പറയുന്നുണ്ട്. ജ്ഞാനം, വിവേകം, ആത്മശക്തി, പാപം ചെയ്യാതിരിക്കാനുള്ള ദൈവഭയം, ദൈവഭക്തി. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ. ഗ്രഹണശക്തി, വചനം മനസ്സിലാക്കുവാനുള്ള ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം നമുക്ക് ലഭിക്കും. നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ, അതും ജ്ഞാനത്തിന്റെ വരമുണ്ട്. ജ്ഞാനത്തിന്റെ വരം, അതുവഴി ദൈവത്തോടൊപ്പം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അബദ്ധം പറ്റുകയില്ല. ദൈവം അനന്ത ജ്ഞാനമാണ്. അപ്പം ദൈവം നമ്മൾ ചെയ്യേണ്ടാത്തതും ചെയ്യേണ്ടതും മനസ്സിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനം, അറിവ്, പരഹൃദയ ജ്ഞാനം ഉൾപ്പെടെയുള്ള അറിവ്, സ്ഥലകാല സാഹചര്യങ്ങൾ ദൈവികമായി മനസ്സിലാക്കാനുള്ള അറിവ്, രോഗശാന്തി വരങ്ങൾ, പിശാചിന്റെ മേൽ അധികാരം നൽകുന്ന വരം, നന്മതിന്മകൾ വിവേചിച്ചറിയാനുള്ള വിവേചനാശക്തി, അത്ഭുത പ്രവർത്തനത്തിനുള്ള വരം, ശുശ്രൂഷാ വരങ്ങളുണ്ട്. ഇതെല്ലാം അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ബസ്സിൽ നിറച്ച ആളെയും കൊണ്ട് ധ്യാനിക്കാൻ വരുന്നവരുണ്ട്. ഏകദിന ശനിയാഴ്ച പ്രാർത്ഥനയ്ക്കും പോട്ട കൺവെൻഷനൊക്കെ ധാരാളം പേര് ബസ് ഫുൾ ഓഫ് പീപ്പിളിനെ കൂട്ടിക്കൊണ്ടുവരും, ഓർഗനൈസ് ചെയ്യും, ധ്യാനകേന്ദ്രത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുവരും. ഇതെല്ലാം വരദാനങ്ങളാണ്. സോളമൻ പ്രാർത്ഥിച്ചു, എനിക്ക് സമ്പത്തോ സൈന്യബലമോ അല്ല വേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കാനും നയിക്കാനുമുള്ള ജ്ഞാനവും വിവേകവും തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം സംപ്രീതനായി ജ്ഞാനവും വിവേകവും ലോകത്തിൽ മറ്റാർക്കും കൊടുക്കാത്ത രീതിയിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്.
ജ്ഞാനം, വിവേകം. കുഞ്ഞുങ്ങളെ നയിക്കണമെങ്കിലും സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിലും ദൈവഹിതപ്രകാരം വ്യാപരിക്കണമെങ്കിലും ജ്ഞാനവും അറിവും നമുക്ക് വേണം. ചോദിച്ചോണം, വീണ്ടും ചോദിച്ചോണം, കിട്ടിയെന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭയം, പാപം ചെയ്യാതിരിക്കാനുള്ള ദൈവഭയം നമുക്ക് ദൈവം തരുന്നുണ്ട്. വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക എന്ന് പ്രഭാഷകൻ 21 അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സങ്കീർത്തനം 23:1 എല്ലാവരും പറഞ്ഞേ, കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം വരുമ്പോഴാണ് കുറവുകളെല്ലാം നിറവുകളായി മാറ്റും. ഹല്ലേലൂയ. നമ്മൾ സ്തുതിച്ചാൽ മതി, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഏറ്റുപറഞ്ഞാൽ മതി. സർവശക്തനായ യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. ഒരു 10 പ്രാവശ്യം ചൊല്ലിക്കൊടുത്തേ പിള്ളേരുടെ പേടി പോവും. അത് കേൾക്കുമ്പോൾ സാത്താൻ പോവും. സാത്താൻ ഉണ്ടാക്കുന്ന പേടി നമ്മൾ വാഗൊണ്ട് വിശ്വാസം ഏറ്റുപറയുമ്പോൾ അവന് കേൾക്കാം, മനസ്സിലിരിക്കുന്നവന് കേൾക്കത്തില്ല, അറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇത് മാലാഖമാരെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. മാലാഖമാർക്കും ചെകുത്താനും പുറത്തോട്ട് പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ, മനസ്സിലിരിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് മൗനമായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവൻ പോവുകയില്ല. അതുകൊണ്ടാണ് ഉറക്ക സ്തുതിക്കണം എന്നൊക്കെ പറയുന്നത്. ഉറക്ക സ്തുതിക്കണം, വലിയ ഉറക്കം അല്ലെങ്കിലും നമുക്കും നമ്മുടെ ശത്രുവായ സാധാനം കേൾക്കത്തക്ക രീതിയിലങ്ങ് സ്തുതിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാഹനത്തിൽ കയറുന്ന മുൻപ് എല്ലാവരും പ്രാർത്ഥിക്കും, ഇങ്ങനെ വെച്ചാലൊന്നും ചെകുത്താൻ പോവുകയില്ല. നമ്മൾ ഉറക്കെ പറയണം. ഇന്ന് കണ്ടുമുട്ടാനുള്ള വ്യക്തികളെയും എതിരെ വരുന്ന ക്രോസ് ചെയ്യുന്ന വാഹനങ്ങളെയും, അത് 10,000 ആയിക്കൊള്ളട്ടെ, തിരുരക്തം കൊണ്ട് തളിക്കണമേ പൊതിയണമെന്ന് പറഞ്ഞാൽ പിന്നെ ചെകുത്താൻ ഇടയ്ക്ക് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ടിരിക്കും, അതവൻ അറിയേയില്ല, അവൻ എവിടെയെങ്കിലും വണ്ടി കൂട്ടി മുട്ടിക്കുകയും ചെയ്യും, ആഘോഷമായ ശവടക്കം കിട്ടും. അത് തന്നെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. വാ കൊണ്ട് ഏറ്റു പറയണം, യേശുവിന്റെ നാമത്തില് പൈശാചിക പീഡകൾ ബന്ധിക്കപ്പെടട്ടെ. തിരുരക്തം ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടാനുള്ള വ്യക്തികളെയും എതിരെ വരുന്ന വ്യക്തികളെയും വാഹനങ്ങളെയും തിരുരക്തം തെളിക്കണമേ പൊതിയണമെന്ന് പറഞ്ഞാൽ സാത്താന് കയറാൻ പറ്റിയല്ല. വെളിപാട് 12:11. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ കോട്ട കെട്ടി സംരക്ഷിക്കണേ. അത്രയൊരു വാക്ക് പറഞ്ഞാൽ മതി, കോട്ടയോടെ വന്നു. ഞങ്ങളുടെ കൊച്ചു പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലം, ചുറ്റുമുള്ള 1000 പേരെ 10,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ പൊതിയണമേ. അല്ലെങ്കിൽ പ്രേമവിവാഹമായിട്ട് വരും. ചുമ്മാ എന്നിട്ട് ഇവിടെ വായും വിളിച്ചിരുന്നാൽ പോരാ. ഞങ്ങളുടെ കൊച്ച്, ഭർത്താവ്, ഭാര്യ ജോലിക്ക് പോയിരിക്കുന്ന സ്ഥലത്ത് ചുറ്റുമുള്ള 1000 10,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ പൊതിയണമേ. ഓർക്കുമ്പോഴൊക്കെ പറഞ്ഞേക്കുക, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ കൊച്ചു നന്നാകണേ, എൻ്റെ കെട്ടിയോ നന്നാകണേ എന്ന് പറഞ്ഞിരുന്നാൽ നന്നാവൂല. കാരണം പരസ്നേഹത്തിന്റെ കൽപ്പന കിടപ്പുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 91:7. സങ്കീർത്തനം 91:7. ചുറ്റുമുള്ള 1000 10,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അവരിലെ പൈശാചികയുടെ വിട്ടുപോകും, അവർ നല്ലവരായി തീരും. സങ്കീർത്തനം 91:7. 1000 നിങ്ങളുടെ ഇടത്തുഭാഗത്തും 10,000 നിങ്ങളുടെ വലത്തുഭാഗത്തും വീഴും. അത് പൈശാചികവിടെയാ. ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. നീ ചുറ്റുമുള്ള 1000 10,000 പേർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചോ. തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കണമേ, യേശുവിന്റെ പ്രേക്ഷിതരാക്കണമേ. യേശുവേ സ്തോത്രം. മക്കൾക്ക് ചൊല്ലി കൊടുക്കണം, നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം. 1000 10,000 എന്നാ അവിടെയെങ്കിലും നിർത്തിയേക്കരുത്. പിന്നെ അത് 20,000 ആക്കാം, കുറച്ച് കഴിഞ്ഞ് പിന്നെ 50,000 ആക്കാം, പിന്നെ 1,00,000 ആക്കാം, പിന്നെ അനേക ലക്ഷമാക്കാം, പിന്നെ അനേക കോടിയാക്കാം. എല്ലാവരിലേക്കും ആ തിരുരക്തം കടന്നു ചെല്ലും, പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഓൾറെഡി ബിലീവേഴ്സ് ആയ വിശ്വാസികളുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി ചുറ്റുമുള്ള രോഗം ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം, പരിശുദ്ധാത്മാവ് നിറയണം, അവർക്ക് പാപമോചനം കിട്ടണം. ഇനി നേരിട്ട് ദൈവം എന്ന് പ്രസംഗിക്കുകയല്ല. വിശ്വാസികളായ നമ്മുടെ ഉള്ളില് യേശു ഉണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ട്. നമ്മുടെ നാവിലൂടെ, നമ്മുടെ സ്വരത്തിലൂടെ അവിടുന്ന് പ്രാർത്ഥിപ്പിക്കും. നമുക്ക് സ്വർഗത്തിൽ സമ്മാനം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആവർത്തിച്ച് വരുന്ന നെഗറ്റീവ് ചിന്ത, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഭയം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വചനം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറയുന്നത് ഈ ബൈബിൾ വാചകങ്ങളൊക്കെയാ.
പുസ്തകം പൊതിഞ്ഞിട്ട് വെച്ചോണ്ടിരുന്ന പോരാ. ചിലരുടെ പുസ്തകം മേടിച്ച പോലെ പുതിയതായിട്ടിരിക്കുന്നത്, ഒരു വചനവും വെടിവരെ ഇട്ട് വെച്ചിട്ടില്ല, ഒന്നുമില്ല, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. അന്വേഷിക്കുന്നു, നിങ്ങൾ കണ്ടെത്തും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വചനം, രോഗശാന്തി കൊടുക്കുന്ന വചനം, കുടുംബത്തകർച്ച മാറ്റുന്ന വചനം, വിവാഹ തടസ്സം മാറ്റുന്ന വചനം, സാമ്പത്തിക തകർച്ച മാറ്റുന്ന വചനം, കുടുംബ സമാധാനം നൽകുന്ന വചനം എവിടെയോ കിടപ്പുണ്ട്. കാണുമ്പോൾ കുറിച്ചെടുത്തോണം. ഒരു 10-20 പ്രാവശ്യം ഏറ്റു പറഞ്ഞോണം. നിങ്ങളുടെ കുടുംബത്തിലെ പിശാച് വിട്ടുപോകും. വിവാഹമോചനത്തിന് ശ്രമിക്കുന്നു, വചനം പറയണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 പ്രാവശ്യം 50 പ്രാവശ്യം. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനത്തിന്റെ അനന്തമായ ശക്തിയിൽ വിവാഹമോചന ചിന്തകളും അങ്ങനെയുള്ള പൈശാചിക പീഡകളും വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടുപോകും. വചനം 10, 20, 50 പ്രാവശ്യം ഏറ്റു പറയുന്നത് വീട്ടിനകത്തെ ഒരു സുവിശേഷ